മാഷ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? മാഷിന്റെ അച്ഛനും അമ്മയൊക്കെ divorced. Oh, bad childhood, broken home. വെറുതെ അല്ല മാഷിങ്ങനെ ആയി പോയത്. യുനോ ബ്രോക്കൺ ഹോംസിൽ വളരുന്ന 70% കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ടാവും. സിബ്ലിങ്സ്? അനിയത്തി. She hates you, right? ഇത്രയ്ക്കും ദേഷ്യമുണ്ടോ? കുറ്റം പറയാൻ പറ്റില്ല. മാഷിന്റെ ഈ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ശ്രുതി 5 വർഷം മുമ്പ് അവൾ പോയി. ഒരു ടിപ്പിക്കൽ അപ്പർ ക്ലാസ് ന്യൂക്ലിയർ ഫാമിലി. ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അച്ഛൻ, കരിയറിന് പുറകെ ഓടുന്ന അമ്മ. എനിക്കറിയില്ല. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. നിനക്ക് ശ്രദ്ധിച്ചൂടെ? വെച്ചെടുത്ത് പോയി നോക്ക്. ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല. നഗരത്തിലെ നല്ലൊരു സ്പോട്ടിൽ വീട്. അവിടെ ഒറ്റയ്ക്ക് ഒരു കൂട്ടില്ലാതെ വിഷമിച്ചിരുന്ന എൻ്റെ ലൈഫിലേക്ക് ഒരു വലിയ ഷോക്കായിട്ടാണ് അവൾ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രിക്കോഷൻ എടുക്കാൻ. എനിക്കൊന്നും ഓർമ്മയില്ല. You don't remember? What the hell you mean by that? I was drunk, you know. See, സത്യത്തിന്റെ വലിയ റെസ്പോൺസിബിലിറ്റിയാ. വീട്ടിൽ നിന്നും കൂടുതൽ പ്രഷർ എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാൻ. അപ്പൊ എന്റെ കാര്യം? My career is booming. എനിക്കിപ്പോ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. ഓക്കെ, കൂൾ. ഡോക്ടർ ഗീതയുടെ അടുത്ത് പോയാൽ മതി. നിന്റെ ഫ്രണ്ടല്ലേ? നാളെ രാവിലെ കണ്ടാൽ കാര്യം കഴിഞ്ഞു. നീ എന്താ റെഡിയായില്ലേ? നേരത്തെ ചെന്നാൽ തിരക്കുണ്ടാവില്ല. ഞാൻ ഇറങ്ങാം. ഞാൻ പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. നീ എന്താ നോക്കിയിരിക്കുന്നേ? വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്. എന്തെങ്കിലും ഒന്ന് പറയീതേ. അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ. നിനക്കറിയാലോ എൻ്റെ കരിയറിനെ പറ്റി. ചാനലിൽ പേരെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഈ സിറ്റുവേഷനിൽ വീണ്ടും പ്രഗ്നന്റ് ആവാന്ന് പറഞ്ഞ പ്ലീസ് ഒന്ന് സഹായിക്കടോ. ദിസ് തിങ് വിൽ കിൽ മൈ കരിയർ. അതിപ്പോഴല്ല ആലോചിക്കേണ്ടത്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഗീതേ, ഗീതേ, പറ്റിപ്പോയി ഗീതേ. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. പ്ലീസ് പ്ലീസ്. ആദ്യം വന്ന് സ്കാൻ ചെയ്യ്, എന്നിട്ട് നോക്കാം. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
യു സേവ് മൈ കരിയർ. ഹലോ, ഇത് ആരാ? ഓർമ്മയുണ്ടോ ഈ ആന്റിയെ സത്യ സാറിന്? ഇപ്പൊ വളർന്നങ്ങ് വലിയ ആളായി പോയല്ലോ. എന്താ മോനെ? എന്തു പറ്റി? വാവെ കൊല്ലാൻ പോവല്ലേ? എനിക്കെന്റെ വാവെ വേണം. ആന്റി അമ്മയോട് പറ. ആന്റി പറഞ്ഞ അമ്മ കേക്കും. ഇല്ല മോനെ, ആന്റി പറഞ്ഞാലും അമ്മ കേക്കില്ല. അമ്മയ്ക്ക് കരിയറല്ലേ വലുത്. ആന്റി പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവും. കോംപ്ലിക്കേഷനോ ഈ സ്റ്റേജിലോ? അതായത് ഈ ബ്ലഡ് റിപ്പോർട്ടിലെ ഹോർമോണൽ ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ തരുന്ന ഇഞ്ചക്ഷനിലെ കെമിക്കൽസുമായിട്ട് അത് ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാക്കിയെന്ന് വരും. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ? ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ നടക്കാൻ ചെറിയ പ്രയാസം അല്ലെങ്കിൽ ഒബിസിറ്റി, അതിലൊതുങ്ങും. എക്സ്ട്രീം കേസസിൽ മെൻ്റൽ പ്രോബ്ലംസ്. എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായാൽ വി കാൻ ബി റെസ്പോൺസിബിൾ. രാജ്യം ഇന്ന് 51ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കേരളത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന ആഘോഷങ്ങൾക്ക് വിവിധ വകുപ്പ് മന്ത്രിമാർ നേതൃത്വം നൽകി. തലസ്ഥാനത്ത് സ്വാതന്ത്ര്യദിന പരേഡിൽ മുഖ്യമന്ത്രി സല്യൂട്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സീറോ. ഓൾമോസ്റ്റ്? എത്ര എളുപ്പ പറയാൻ. അനുഭവിക്കേണ്ടത് ഞാനാ. ഓക്കെ, സി ദിസ് ഈസ് ഓൾ എ ബിഗ് മിസ്റ്റേക്ക്. ഞാൻ ഡോക്ടർ സന്തോഷിനെ വിളിക്കാം. ജസ്റ്റ് ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ. ഹാവ് ഇറ്റ്. ഓഫ് കോഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? നിങ്ങൾക്ക് വേണ്ടതേ പറയൂ. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അവൾ ജനിച്ച ദിവസം ഞാൻ മറക്കില്ല. അച്ഛൻ അപ്പോഴും ഏതോ ബിസിനസ് കോളിലായിരുന്നു. സ്കൈ ഈസ് ദ ലിമിറ്റ്. മോഹൻ, നാളെ അല്ല സ്റ്റീഫൻ, ഇന്ന്. ഐ നീഡ് യുവർ റിപ്ലൈ റൈറ്റ് നൗ. ടൈം ഈസ് മണി സ്റ്റീഫൻ. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഇവിടെയോ? പറഞ്ഞ തുകയുണ്ട്. ഇതുകൊണ്ട് മാത്രമായില്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യം വേണം, സ്വപ്നം വേണം. ലിവ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ഐ വിൽ. പോവാം. ആ ശരി. പപ്പ ഒരു മിനിറ്റ്. വണ്ടി ഇടറേ. ഞാൻ വീട്ടിലോട്ട് വരാം. ഓ ആയിക്കോട്ടെ. ഓക്കെ. മാഷെ, താങ്ക് യു. നമ്മൾ ഇനിയും കാണില്ലേ?
ഒരു ചായ. നീ എന്താ മോനെ ഇന്നലെ ലേറ്റ് ആയോ? ഓ, ഒന്നും പറയണ്ട. ഒരു ക്ലയന്റുമായിട്ട് കുറച്ച് അധികം നേരം സംസാരിക്കേണ്ടി വന്നു. വൈകിയത് അറിഞ്ഞില്ലേ? ആ ചായ നിനക്കല്ല, എനിക്കല്ലേ? അതെ, ഒരു വീടാകുമ്പോ കുറച്ച് ചിട്ടകളൊക്കെ വേണം. ഇത് നിനക്ക് തോന്നുമ്പോ വരാ, തോന്നുമ്പോ പോവാ. ബാക്കിയുള്ളവരുടെ സമയത്തിനൊന്നും ഒരു വിലയില്ല അല്ലേ? ആ പിന്നല്ലാതെ. ആദ്യം നീ പോയി പല്ല് തേക്ക്. ഓ, അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ എന്റെ ഉമാദേവി അമ്മ. അതെ, കുഞ്ഞിനെ അപ്പുറത്തൊരാൾ അന്വേഷിക്കണ്ടായിരുന്നു. യുവർ ഓണർ. ഹലോ. ഇന്നലെ 2 മണിക്കൂർ ഏട്ടനെ കാത്ത് കോളേജിന്റെ മുന്നിൽ നിന്നത്. ഹാ, നീ വയലന്റ് ആവല്ലേ? ജ്യേഷ്ഠൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐഫോൺ വാങ്ങി തരണമെങ്കിൽ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ. പാറ വക്കീൽ സാറേ. ഒരു കേസ് കോംപ്രമൈസ് ആക്കി വിട്ടു. ആഹാ. എതിർകക്ഷി നല്ല വിളഞ്ഞ വിത്തായിരുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ട് ഏറ്റില്ല. എന്നിട്ടെന്താ, ഞാൻ നല്ലൊരു അസല് സെൻറ്റി കഥ ഇങ്ങ് തട്ടിവിട്ടു. പിന്നെ സംഗതി കുറച്ച് ടച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് കഥയിൽ ഞാൻ മോളെ ചെറുതായിട്ട് ഒന്ന് കൊന്നു. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. എന്നിട്ട് സംഗതി ഏറ്റോ? പിന്നെ അല്ലാതെ, അവള് മൂക്കും കുത്തി വീണു. ഓ, പെങ്കൊച്ചായിരുന്നല്ലേ? വെറുതെ അല്ല വക്കീൽ സാർ വൈകിയത്. ഒന്ന് പോടിയാടുന്നു. ആ വേല കയ്യിലിരിക്കട്ടെ, മുഴുവൻ കഥയും പറഞ്ഞിട്ട് പോയാ മതി. നീ മരിച്ചെന്ന് പറഞ്ഞപ്പം അവളുടെ മുഖം പോയതൊന്ന് കാണണമായിരുന്നു. കഷ്ടം, നാണില്ലല്ലോ ഒരു കൊച്ചു പെണ്ണിനെ പറ്റിച്ചിട്ട് ഇത്ര ജാട കാണിക്കാൻ. ഈശ്വരാ, ഈ നുണയന് ഒരു തവണയെങ്കിലും തോപ്പിക്കണേ. അത് ഈശ്വരൻ വിചാരിച്ച പോരെ മോളെ, ഞാൻ തന്നെ വിചാരിക്കണം. എന്നാലും ആ ചെക്കൻ്റെ ഒരു ഭാഗ്യം. ഈ സിറ്റിയിൽ ഇത്രയും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും ആ ഡോക്ടർ കൃത്യം വിളിച്ചത് അവന്റെ അമ്മാവിന്റെ സ്റ്റേഷനിലേക്ക്. വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്കായിരുന്നു ആ കോള് പോയിരുന്നെങ്കിലേ ആ ചെക്കനിപ്പോ ജയിലിൽ കിടന്നേനെ.
ആ ഡോക്ടർക്ക് കേസ് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് എൻ്റെ അളിയന് ചാർജുള്ള പോലീസ് സ്റ്റേഷനില്ല. അവൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. I don't care about media. പിന്നെ എന്തിനാ സർ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഫാമിലി ഡോക്ടറുള്ള ഹോസ്പിറ്റലിൽ തന്നെ മോളെ കൊണ്ടുപോയത്? നിങ്ങൾ തമ്മിൽ മറ്റൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആത്മഹത്യക്ക് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ഒരു ലോജിക്. ഞങ്ങൾ തമ്മിൽ ഈ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ആത്മഹത്യ ലോജിക്കലാവോ മാഷെ? താങ്ക് യു. ആ എടാ ദാ ഇവര് നമ്മുടെ വിരുന്നുകാരാ. ഇത് സത്യ വക്കീല, ഇത് പുള്ളിക്കാരന്റെ കെട്ടിയോള്. പേര് എന്നതാ മോളെ പറഞ്ഞേ? മായ. ആ മായ. അതെ, ഞങ്ങള് ചന്തേന്ന് വരുന്ന വഴിക്ക് കണ്ടതാ. ഇവരുടെ വണ്ടി ഏതാണ്ട് ഏനക്കാടായിട്ട് റോട്ടിൽ കിടക്കുക. നീ ഒന്ന് നോക്കിക്കേ. വാ. നമ്മളെ കയറി വരുന്ന വളവിലൊരു സ്ലാബ് പൊട്ടി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഓക്ക് വേണോ? ഞാൻ എടുത്തു തരാം. ഇങ്ങോട്ട് വാടാ. അയ്യോ, ഇതെന്തോ ഈ കയ്യേല്? എന്നാ പറ്റിയതാ? അല്ല, ഈ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പൊ എന്തോ ചെയ്യാനൊരു ധൈര്യം തോന്നി. ആത്മഹത്യ ചെയ്യാൻ ഒരു നിമിഷത്തെ ധൈര്യം മതി മോളെ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നേരിടുമെന്ന് തീരുമാനിക്കുന്നതിലാണ് ചങ്കൂറ്റം. വെറുതെ ഉപദേശിക്കാൻ ആർക്കും പറ്റും. ആ സിറ്റുവേഷനിൽ പെട്ടാലേ അറിയൂ അതിന്റെ വിഷമം. മായ, ഐ എം സോറി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചതാ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന്. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ എനിക്കൊരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്ന സാറാ. ഓ, അപ്പച്ചൻ അറിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പുകയില്. ആ പുള്ളിക്കാരന് നായരായിരുന്നു. ഈ കഥയൊക്കെ കേട്ടിട്ടും ചാർലി ചായൻ എന്നെ കെട്ടാമെന്ന് പറഞ്ഞു. ആ സാറിനെ നാട്ടിൽ നിന്ന് തല്ലി ഓടിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കല്യാണവും നടന്നു. പ്രേമനൈരാശ്യവും പോരാത്തതിന് അപ്പച്ചനോടുള്ള വാശിയും എല്ലാം കൂടെ ആദ്യ രാത്രി തന്നെ ആത്മഹത്യ ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു. വിഷം കഴിക്കണോ തൂങ്ങിച്ചാവണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ദാണ്ട ചാർലി ചായൻ അകത്തോട്ട് ഇഞ്ഞ് കയറി വരുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് വന്നേച്ചും പറയുവാ, ത്രേസ്യക്കുട്ടി പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാനുണ്ട്. 45 കൊല്ലമായി കളിയും ചിരിയും കണ്ണീരും വഴക്കും ഒക്കെ ഉണ്ടായി. എന്നാലും അത് ഞാൻ തന്ന വാക്ക് പാലിച്ചു. എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. ചാർലി ചായനേക്കാൾ കൂടുതൽ ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റത്തേയില്ല. അന്ന് ഞാൻ ചെയ്യാൻ പോയ മണ്ടത്തരം ഓർക്കുമ്പോഴേ ഇപ്പോഴും എനിക്കങ്ങ് ചിരി വരും. ഇന്നേ വരെ ഇച്ചായനോട് ഞാൻ ഈ കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. അയ്യോ, ഞാൻ എൻ്റെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ലയോ? ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം. നിങ്ങളെ ഇവിടൊക്കെ നടന്നൊന്ന് കണ്ടേച്ചും എന്താ മാറുകോഴി. മായ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരുപക്ഷെ അമ്മയുണ്ടായിരുന്നെങ്കിൽ മായ ഇത്
എൽദോടെ കല്യാണത്തിന് വരണം കേട്ടോ. രണ്ടുപേരും. ഇത് വെച്ചോ മോളെ, നല്ലതാ. മുരിങ്ങയ്ക്ക നല്ല ഗുണമുള്ള സാധനമാ. ഇത് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. എൽദോ ഏറ്റവും ഇളയതാ. ഞങ്ങൾക്ക് പിള്ളേരെ 6 അതിനിതൊക്കെ ആരോഗ്യം എവിടുന്നാണെന്നാ. എന്നാ പോവല്ലേ? താങ്ക്സ്. എന്നാ പോട്ടെ പോട്ടെ. ഇപ്പോൾ സൂയിസൈഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഓക്കെ, കുറച്ച് ഓവറായിപ്പോയി. കുറച്ച്? കമോൺ. അല്ല, എന്ത് കണ്ടിട്ട് ആ കോമാളിയെ പ്രേമിച്ചത്? ബുദ്ധിയില്ലെങ്കിലും ജാടയ്ക്കൊരു കുറവുമില്ല. അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു അന്ന് അവനെ ഞാൻ ആദ്യം കാണുന്നത്. ഹലോ ആൻറ്റി, ഞാൻ അഭയ്. മായയുടെ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നത്. കുറച്ച് നാളായി ഞാൻ ആൻറ്റിയുടെ മോളുടെ പുറകെടുക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, പുള്ളിക്കാരി ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അതെങ്ങനെയാ? ഫുൾ ടൈം തലയും താഴ്ത്തി ദുരന്ത നായിക പോലെയല്ലേ നടപ്പ്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ ആൻറ്റി മായോട് പറയണം ഒന്ന് ചിരിക്കാൻ. മായ മായ ഞാൻ പറഞ്ഞെല്ലാം സത്യമാണ്. കുറച്ച് നാളെ ഞാൻ തൻ്റെ പുറകെടുക്കാൻ തുടങ്ങിയിട്ട്. ജസ്റ്റ് ടു ആസ്ക് യു ഔട്ട് ഫോർ എ കപ്പ് ഓഫ് കോഫി. നല്ല സമയവും സ്ഥലവും കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. സമയത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇതിലും പെർഫെക്റ്റായൊരു സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ചോദിക്കുന്നത് മായയുടെ അമ്മയുടെ മുന്നിൽ വെച്ചാണ്. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല. ആ പെണ്ണിനെ ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണ് ഇഷ്ടമായിട്ടല്ല. വാവ്, ഇതുപോലെ വനിതയിലോ മംഗളത്തിലോ അയച്ചുകൂടെ? നല്ല അസല് പൈങ്കിളിയാ. ഈ പ്രേമം എന്ന് പറയുന്നതേ പൈങ്കിളിയാ മാഷ. പക്ഷേ ഇങ്ങനത്തെ പൈങ്കിളി മാറ്റേഴ്സിനും സൂയിസൈഡ് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. പ്രണയ നൈരാശ്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, രോഗം, അവഹേളനം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ 100 കൂട്ടം കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും
ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. എക്സ്ക്യൂസ് മീ സർ, അഡ്വക്കേറ്റ് സത്യം വന്നിട്ടുണ്ട്. എവിടെ? അവിടെയാണ് സർ. ഓ ആ ആ എന്നാ. താങ്ക് യു സർ. ഓ എക്സ്ക്യൂസ് മീ, യെസ്. അഡ്വക്കേറ്റ് സത്യ? അതെ. ഐ ആം മിസ്റ്റർ രാമേഷൻ. ഹലോ. ബിൽഡറാ? ആ. ഹലോ. ആ, ഒരു കാര്യം പേഴ്സണൽ. പ്ലീസ്. അതെ. ഡാ ഞാനിപ്പോൾ വരാം. ശരി. ഹലോ. ഹായ്. വാട്ട്സ് യുവർ ഡ്രിങ്ക്? വിസ്കി. വൈ? I have a full bottle of scotch. You want to come with me? ഓക്കെ. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചുള്ളൂ. കേസ് രജിസ്റ്റർ ആവാൻ നോക്കിയാൽ മതി. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഞാൻ രാവിലെ സാറിൻ്റെ ഓഫീസിലോട്ട് വരാം. ഇല്ല വേണ്ട, എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് സാറിൻ്റെ വീട്. രാവിലെ അവിടെ വെച്ച് കാണാം. ഓ വലിയ ഉപകാരം. ശരി ശരി. ഓ ആ ഡാ ഞാൻ ഇറങ്ങാം. രാവിലെ ആ കക്ഷിയെ കാണണം. മുൻസിഫ് കോർട്ടിലെ കേസ് നീ ഹാൻഡിൽ ചെയ്താൽ മതി. തവണ എന്താ കേസ്? കൊലപാതകം, മോഷണം, അതോ പീഡനോ? സൂയിസൈഡ്. താങ്ക്സ്. മിസ്സിസ ലത. ഓ ഫൈനലി. You are like an hour late, dude. മിണ്ടാരടാ. ഇതാ മകൻ. ആ ഡോക്ടർക്ക് കേസ് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് എൻ്റെ അളിയന് ചാർജുള്ള പോലീസ് സ്റ്റേഷനില്ല. അവൻ അപ്പം തന്നെ കാര്യം വിളിച്ച് പറഞ്ഞു. അവൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഡോക്ടർ ആളെങ്ങനെയാ? കൊടുക്കാനുള്ളത് കൊടുത്തപ്പോൾ ആൾ നമ്മുടെ സൈഡായി. പക്ഷെ അതല്ല പ്രശ്നം, ആ വീട്ടുകാരാ. അവളുടെ തന്ത ഭയങ്കര ചൂടില. സംസാരിക്കാൻ ചെന്നപ്പോൾ അയാൾ എൻ്റെ നേരെ ചാടിക്കൊണ്ട് വന്നു. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കാല് പിടിച്ചു നോക്കി. കുറേ നാണം കെട്ടത് മിച്ചം. എന്നെ ചെയ്യാനാ, ഇതുപോലൊരുത്തരുണ്ടായി പോയില്ലേ. അതുണ്ടാക്കുമ്പോൾ ആലോചിക്കണം. മോനെ എന്താടാ പറഞ്ഞേ? ഒന്നുകൂടെ പറയടാ. കൊഞ്ചിച്ച് വഷളാക്കി. ഇപ്പത്തെ കണ്ടില്ലേ, മോൻ വളർന്നപ്പോ ഒന്നാന്തരം ഒരു പെണ്ണുപിടിയനായില്ലേ. അതിനും വേണം ഭാഗ്യം. ഈ കോളേജിൽ പോകാനും പെണ്ണുങ്ങളായി കറങ്ങാനൊക്കെ ഒരു യോഗം വേണം. അത് ഈ 10ാം ക്ലാസ് പാസ്സാകത്തവർക്കും ചിലവല്ലോ. അതേടാ, ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. പക്ഷെ നിന്റെ പ്രായത്തിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ നീ ഇപ്പൊ തൂർത്തടിച്ച് കളയുന്നത്. അധികം വാച് പഠിച്ചാണല്ലോ അടിച്ചിട്ടോ. പിന്നെ എന്റെ കൈ മാങ്ങ ഉറക്കാൻ പോകല്ലേ? എന്താ എന്താടാ പറഞ്ഞ? സാറൊന്നും പറഞ്ഞല്ല. കഴിഞ്ഞോ? ആ, കോമ്പൻസേഷൻ എത്ര കൊടുക്കാന്നാ പറഞ്ഞത്? 25 ലക്ഷം. ഒരച്ഛൻ്റെ അടുത്ത് മകളുടെ മാനത്തിൻ്റെ വിലയാണ് നമ്മൾ പറയുന്നത്. എമൗണ്ട് വലുതായാൽ പോരാ, ഇറ്റ് ഷുഡ് ബി ഹ്യൂജ്. മിനിമം 1 കോടി. അത്രയെങ്കിലും വേണം ഒരച്ഛൻ്റെ കണ്ണ് മഞ്ഞളിപ്പിക്കാൻ. അപ്പൊ സാറിന്റെ ഫീസ്? കോമ്പൻസേഷൻ്റെ 20%, 20 ലക്ഷം. ഓക്കെ. ഡിഡ് യു ടു ഹാവ് സെക്സ്? വാട്ട്? നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന്. യാ, കപ്പിൾ ഓഫ് ടൈംസ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു യോഗ. ഡീറ്റെയിൽ പറയണോ? ഓ, അതെല്ലാം കേൾക്കണമല്ലേ. ഈ കേസുമായി ഇതിനെന്താ ബന്ധം? താൻ ആളെ ഉളാക്കാൻ നോക്കുക.
തൻ്റെ ഈ സ്റ്റൈലൊക്കെ കൊണ്ടേ ഈ വക ടീമുകളെ പറ്റിക്കാം പഠിപ്പുള്ളവരുടെ തെക്കരുത്. ഞാൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ആളാ. സോ ബി വിത്ത് ഇൻ യുവർ ലിമിറ്റ്സ്. സാറേ വേറൊന്നും വിചാരിക്കരുത്. ഇത് ഇറ്റ്സ് ഓക്കെ, ഞാനൊന്ന് ഇറങ്ങാം. അഭയ് ഒന്ന് എൻ്റെ കൂടെ വരട്ടെ. എനിക്കിവനോട് കേസിനെ പറ്റി കുറച്ച് സംസാരിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്. ജസ്റ്റ് ഡ്രൈവ് മാൻ. ഈ സാധനത്തിൻ്റെ എ സി ഒന്നും വർക്ക് ചെയ്യില്ലേ? മനുഷ്യനെ ചൂടെടുത്തിട്ട് ചെയ്യുക. എന്താടോ തനിക്ക് ആ കഥ പറയാത്തതിൻ്റെ ദേഷ്യമാണോ? അങ്ങനത്തെ കേസിലെ ഡീറ്റെയിലൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ? ഐ നോ വേർഡ്സിലേക്ക്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞതല്ലേ? Now, let me make myself very clear to you. Firstly, ഞാനൊരു വക്കീലാണ്, നിന്റെ വേലക്കാരനല്ല. സെക്കൻഡ്ലി, ഒരു പെൺകുട്ടി നിന്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. നിന്റെ ഈ ചെറിയ തലയിലെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. യു വിൽ റിയലൈസ് ദിസ് ഇസ് എ ബിഗ് മെസ്. നിന്നെ എനിക്ക് കുറച്ച് നേരത്തെ പരിചയമുള്ളൂ. ബട്ട് ഐ ക്യാൻ ടെൽ യു വോണ്ട് സർവൈവ് ജയിൽ. നീ എവിടുന്ന് ജീവനോടെ തിരിച്ചു വരില്ല. ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്കേ പറ്റൂ. സോ യു ആർ അറ്റ് മൈ മേഴ്സി. ഞാൻ ഈ കേസിനെ കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കും. അതിനെല്ലാം നീ സത്യസന്ധമായി ഉത്തരം പറയും. മനസ്സിലായോ? ആ, ഗുഡ്. ഇനി പറ, ആ കുട്ടി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? അച്ഛനിത് വെറും ഒരു ബിസിനസ് ഡീലാ. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. ആ പെണ്ണ് ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമായിട്ടല്ല. അത്രേ ഉള്ളൂ? ആ, പരിപാടികളെല്ലാം കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കപ്പിൾ ഓഫ് ടൈംസോ? ആ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. ഇഫ് യു ഹാഡ് സെക്സ്, അത് അവളുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിലും ഇറ്റ്സ് മൊളസ്റ്റിംഗ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പീഡനം. അറിയാലോ, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്, ചെലവ് കൂടും. എന്നറിയിക്കോ? നീ മായയുടെ സബ്ജക്റ്റ് സൈക്കോളജി ആണോ? കോമേഴ്സ്. ഞാൻ മായ ഒരു ഡ്രൈവിന് കൊണ്ടുപോട്ടെ? വാട്ട്? ഈ അവസ്ഥയിലോ? പ്ലീസ് ലെറ്റ് മീ ഫിനിഷ്. ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാൽ മായയുടെ മൈൻഡ് സെറ്റിനൊരു മാറ്റം ഉണ്ടാവില്ല. പുറത്തിറങ്ങി കുറച്ച് കാറ്റ് കൊള്ളുമ്പോൾ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ തോന്നും. ഇവിടെ വെച്ചല്ലേ മായ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇറ്റ്സ് ഡിപ്രസിങ്. ഓക്കെ, ഞാൻ ഡ്രസ് ചെയ്ത് വരാം. ഞങ്ങൾ മാത്രം മതി. മായയുടെ ചുറ്റുമുള്ള ആംബിയൻസ് മൊത്തം മാറണം സർ. അൺഫോർച്ചുനേറ്റ്ലി സാറും അതിൻ്റെ ഒരു ഭാഗമാണ്. മായയ്ക്ക് എന്നെ അറിയില്ല. ഇപ്പം മായയ്ക്കൊരു നല്ല ഫ്രണ്ടിനെയാണ് ആവശ്യം. എനിക്കതാകാം. ഓക്കെ, ഞാനോട് സംസാരിക്കട്ടെ.
ആണായിട്ടും പെണ്ണായിട്ടും എനിക്കുള്ളൊരുത്തിയേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യു ബെറ്റർ കിൽ യുവർ സെൽഫ്. വലിയ റിസ്ക്കാ സാർ എടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം. ഐ തിങ്ക് ഐ ക്യാൻ മാനേജ്. അഭയുടെ അച്ഛൻ എത്ര കാലമായിട്ട് അറിയാം? എങ്ങനെ മനസ്സിലായി? ന്യായത്തിന്റെ ഭാഗത്തുനിന്ന് ശീലമില്ലല്ലോ. വീട്ടിലിരുന്ന് മടുത്തു. പപ്പയുടെ ടെൻഷൻ കാണാനും വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു ഡ്രൈവിന് വന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ സാറിനെ വിശ്വസിക്കുന്നു എന്നല്ല. വക്കീലല്ലേ ജാതി. എന്തെങ്കിലും നമ്പർ ഇറക്കി ഒപ്പ് വാങ്ങാനാണ് പ്ലാനെങ്കിൽ വണ്ടി തിരിച്ചോ. പപ്പ ഒപ്പിട്ടാലോ? ഞാൻ സമ്മതിക്കില്ല. അറിയാം. റിയലി? പിന്നെന്തിനാ ഇങ്ങനെ ഒരു ഡ്രൈവ്? വാട്ട്സ് ദ പോയിന്റ്? ദിസ് ഇസ് ദ പോയിന്റ്. നല്ല കാറ്റ്, മരങ്ങൾ, ലോങ് റോഡ്സ്. കുറേ കാലം ഇങ്ങനൊരു ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ട് ടൈം കിട്ടാറില്ല. ഏയ് ഓക്കെ ഓക്കെ ഓക്കെ, യു ആർ സ്മാർട്ട്, റിയലി സ്മാർട്ട്. പക്ഷേ ഈ ആത്മഹത്യാശ്രമം, നിങ്ങൾ ആണുങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. വി ഡു എ ലോട്ട് ഓഫ് ക്രേസി തിങ്സ് ഇൻ ലവ്. ദാറ്റ്സ് ഇറ്റ്? അതാണോ മായയുടെ എക്സ്പ്ലനേഷൻ? ഓൾ റൈറ്റ്. നട്ടലില്ലാത്ത ഒരുത്തിനെ പ്രേമിച്ച എൻ്റെ ഫ്രസ്ട്രേഷൻ, അഭയോടുള്ള ദേഷ്യം, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ആയാൽ മായക്കെതിരെയും കേസെടുക്കും. എന്തിനാ വെറുതെ ഇങ്ങനൊരു പകപോക്കൽ? ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ഗോ ഹെഡ് വിത്ത് യുവർ ലൈഫ്. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. തമാശയോ? ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനത് റിഗ്രറ്റ് ചെയ്യും. നിങ്ങൾ തമ്മിൽ മറ്റൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആത്മഹത്യക്ക് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ഒരു ലോജിക്. ഞങ്ങൾ തമ്മിൽ ഈ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ആത്മഹത്യ ലോജിക്കലാവോ മാഷെ? അങ്ങനല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ദെൻ. അപ്പോൾ ഊജനിറ്റ് ഈസ് എ ബിഗ് ഡീൽ. ബാക്കിയല്ല സില്ലിയല്ലേ? ഒരാണ് കിട്ടാൻ പോകുന്ന പെണ്ണിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാ കന്യകാത്വം. അപ്പോൾ തിരിച്ച് പെണ്ണുങ്ങളും എന്തെങ്കിലുമൊക്കെ നോക്കില്ല മാഷെ? വിശ്വാസം. എത്ര കാലം കഴിഞ്ഞാലും എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം. ഞാൻ അവനെ വിശ്വസിച്ചു. And he broke my trust. Trust? ആ കോൺസെപ്റ്റ് മാഷിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദിവസവും എത്ര ക്ലയൻസാണ് അവരുടെ ജീവിതം എൻ്റെ ഈ കൈകളിൽ ഏൽപ്പിക്കുന്നതെന്നറിയോ? ദേ ട്രസ്റ്റ് മീ. ഓഫ് കോഴ്സ്. ഞാൻ മറന്നേ പോയി. ഈ ക്ലയൻസ് എന്ന് പറയുമ്പോൾ കള്ളന്മാർ, ഗുണ്ടകൾ, കൊലയാളികൾ, റേപ്പിസ്റ്റ്, ഇവരൊക്കെയല്ലേ? മാഷിന് അവരുടെയൊക്കെ വിശ്വാസം കിട്ടും.
സ്ലാബ് പൊട്ടിയതാ, ടയറും സ്റ്റക്കായി. ഏയ് മായ, എങ്ങോട്ടാ? ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അങ്ങോട്ട് പോയ വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. മായ, അയാളെ നേരത്തെ പ്ലീസ്